എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മധുരമുള്ള ഒരു പലഹാരം എന്ന് വേണേൽ പറയാം, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളെ കാണിക്കുന്നത്. അതായത് ഹൽവ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് മത്തങ്ങ കിട്ടി. ആ മത്തങ്ങ കിട്ടിയപ്പോൾ മത്തങ്ങ വെച്ച് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്, എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മത്തങ്ങയും പരിപ്പും കൂടെ ഇട്ട് കറി വയ്ക്കാം, സാമ്പാറിലിടാം, അങ്ങനെ കുറേ കറികൾ വയ്ക്കാം. പക്ഷേ ഞാൻ അതുപോലൊക്കെ ഇതിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ ഇട്ടു. രസകാളനിൽ മത്തങ്ങ ഇടുന്ന അതൊക്കെ ഞാൻ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടൊരു ഹൽവ ഉണ്ടാക്കാം. എനിക്ക് ഹൽവ പൊതുവെ ഇഷ്ടമാണ്. ഇപ്പോൾ എത്ര ടൈപ്പ് എന്തൊക്കെ തരം ഹൽവയാണ് നമുക്ക് ബേക്കറികളിൽ മേടിക്കാൻ കിട്ടുന്നത്. അതായത് മൈദ വെച്ചിട്ട്, ഗോതമ്പ് പൊടി വെച്ചിട്ട്, പിന്നെ പഴം വെച്ചിട്ട്, മിൽക്ക് വെച്ചിട്ട്, മിൽക്ക് ഹൽവ എന്ന് പറഞ്ഞാൽ നല്ല, എനിക്ക് 1-2 പ്രാവശ്യമൊക്കെ അത് കഴിച്ചപ്പോൾ ഇഷ്ടം തോന്നി, പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ മിൽക്ക് ഹൽവ, അങ്ങനെ എന്ത് വേണേൽ, പൈനാപ്പിൾ ഹൽവ എന്ന് വേണ്ട, എന്ത് വെച്ചിട്ട് നമുക്ക്, ക്യാരറ്റ് ഹൽവ, എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഹൽവ ഉണ്ടാക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഈ മത്തങ്ങ വെച്ച് ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഈ മത്തങ്ങ വെച്ചിട്ടൊരു ഹൽവ ഉണ്ടാക്കാം. അതുപോലെ കുമ്പളങ്ങ വെച്ചിട്ടും ഹൽവ ഉണ്ടാക്കാം. നമ്മൾ ഈ ഡൽഹിയിലൊക്കെ പോയി ആഗ്രയിൽ നിന്ന് കിട്ടുന്ന ഒരു പേട പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു മധുരമുള്ള, അത് ഈ അതായത് കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ മത്തങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഹൽവ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഇച്ചിരി സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഹൽവ പൊതുവേ അതെ, കുറച്ച് സമയമെടുക്കും. അതിങ്ങനെ ഇളക്കി അതിലെ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ കളഞ്ഞ് കുറച്ച് സമയമെടുക്കുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയുന്ന പോലത്തെ ഒരു ഹൽവയാണ്. ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ചേർത്തിരിക്കുന്നത്, എത്രത്തോളം ചേർത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. പക്ഷേ എൻ്റെ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് നിങ്ങളുടെ കമൻസും അറിയിക്കണം. അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. വരൂ. ഈ മത്തങ്ങയിൽ നിന്ന് ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇത് ഏകദേശം ഒരു 3/4 കിലോ ഒക്കെ വരുള്ളായിരിക്കും. എന്നിട്ട് ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ആവിയിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെള്ളത്തിലിട്ട് വേവിച്ച ആ വെള്ളം പിന്നെയും നമ്മൾ ഒരുപാട് തിളപ്പിച്ചൊക്കെ ഡ്രൈ ആക്കി എടുക്കണം. ആ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ കളയണം. അതുകൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. മത്തങ്ങ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ മിക്സിയുടെ വലിയ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തു. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുത്തു. ശർക്കര ഞാനിവിടെ ഒരു 250 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തു. എന്നിട്ടത് അരിച്ചെടുക്കുകയാണ്. കാരണം ഇതിനകത്ത് വല്ല കല്ലോ വല്ലതും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് ഒരു അരിപ്പയിലേക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു. നമ്മൾ അരച്ചു വെച്ചില്ലേ മത്തങ്ങയുടെ, അതിനകത്തേക്ക് ഇത് അരിച്ചൊഴിച്ചു. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. കാരണം അല്ലെങ്കിൽ വലിയ ഉരുളിയൊക്കെ എടുത്താലും മതി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കാനുള്ള, അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നോൺ സ്റ്റിക്ക് പാനാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ശർക്കരയിലുണ്ടായിരുന്ന വെള്ളം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. കണ്ടോ, ഒരുവിധം കുറുകിയാണ് വന്നിരിക്കുന്നത്. നല്ല കൈവിടാതെ ഇളക്കിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ, ഞാനിവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് അതിലാണ് മിക്സ് ചെയ്ത് ഒഴിക്കുന്നത്. വേണമെങ്കിൽ വെള്ളത്തിലും കോൺഫ്ലോർ കലക്കി ഒഴിക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലിൽ ഈ കോൺഫ്ലോർ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയും വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി.
ഇനി നമുക്ക് ഇതിലേക്കൊരല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു മധുരമുള്ള ഒരിതല്ലേ, അപ്പോൾ ഇതെല്ലാം ഒന്ന് ബാലൻസ്ഡ് ആക്കാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം. ഹൽവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് നെയ്യ് നല്ലതുപോലെ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നെയ്യ് ഇപ്പം കുറേശ്ശെയായിട്ടാണ് ചേർക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു, 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി പതുക്കെ ആ ചെറിയ തീയിൽ കിടന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ആദ്യമേ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തത്, അത് മിക്സിയിലിട്ട് അടിച്ച് അതിൽ വെള്ളവും ചെറിയ ചൂടുള്ള വെള്ളവും ചേർത്ത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാൽ 2-ാം പാലെന്നുള്ള ഇതൊന്നും വേണ്ട, ഒരൊറ്റ പാലായിട്ട് എടുത്താൽ മതി. അത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1/4 കപ്പാണ് നമ്മുടെ കോൺഫ്ലവറിൽ കലക്കിയത്. പിന്നെ ഉള്ളത് കുറേശ്ശെയായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് എല്ലാം കൂടെ ഒന്നിച്ചൊഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സായി അതിലുള്ള വാട്ടർ മുഴുവൻ വറ്റിക്കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അടുത്ത ഇത് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മതി. വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്ക് ഇളക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അടിയിൽ കരിഞ്ഞ് പിടിക്കുമെന്നും പേടിക്കേണ്ട, ചെറിയ തീയിലാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ കൈവിടാതെ ഇളക്കുന്നുമുണ്ട്, അതുകൊണ്ട് അത് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പക്ഷേ നെയ്യ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. ആ നെയ്യ് കിടന്ന് വേണം ഇത് വരണ്ട് വരാനായിട്ട്. വീണ്ടും ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്രയൊക്കെ മതിയാവുമായിരിക്കും. ഇപ്പം തന്നെ 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും നല്ലതുപോലെ വീണ്ടും ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ആ നെയ്യ് ഇതുമായിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ആവണം. ഇതിപ്പം നല്ലതുപോലെ സമയമെടുക്കുന്ന ഒരു കുക്കിങ്ങാണ്. നമുക്ക് ധാരാളം സമയം ഫ്രീ ടൈം ഉള്ളപ്പോൾ മാത്രമേ ഇതുപോലുള്ള കുക്കിങ്ങൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ, അതിലാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇളക്കുന്നതൊക്കെ, മാക്സിമം കുറച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലെ ജലാംശം മുഴുവൻ പോയിട്ടുണ്ട്. പിന്നെ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവമായിട്ടുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ ഈ സമയത്ത് നമ്മൾ ഇത്ര ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത എള്ളില്ലേ, അതും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ള് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മത്തങ്ങ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് വെയർ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു പാത്രത്തിലേക്ക് അതിൻ്റെ ഏറ്റവും താഴത്തെ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ട് കുറച്ച് അതിലേക്ക് വെളുത്ത എള്ള് ഇട്ട് കൊടുത്തു, കുറച്ച് കാഷ്യൂ നട്ടും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ കൂട്ട് നമ്മൾ ഹൽവ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ദേ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് അതാക്കിയെടുക്കേണ്ടത്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാക്കാനായിട്ട് വെച്ചാൽ മതി. ഈ ചൂടോടുകൂടി തന്നെയാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ആ ഒരു ആവി കണ്ടില്ലേ? എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ലെവൽ ചെയ്തത്.
അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കൂടി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ കുറച്ച് ഏലക്കായ, ഒരു 4 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിരുന്നു. അത് ഇതിൽ റെക്കോർഡായിട്ടില്ല. ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, അല്ലാതെ പുറത്ത് തന്നെ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. കണ്ടോ ഹൽവ ഞാൻ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുത്തിരിക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഒന്ന് കഴിച്ചു നോക്കി, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നുകൂടി കഴിക്കാം. കേട്ടോ നല്ല സോഫ്റ്റാണ്. വായിലിട്ട അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള അത്രയും നല്ല സോഫ്റ്റാണ്. പാകത്തിന് മധുരമുണ്ട്. ഹൽവയാകുമ്പോൾ കുറച്ച് മധുരം കൂടുതൽ വേണം. മധുരമുണ്ട്, നെയ്യ് വേണം. നെയ്യ് നല്ലപോലെ ചേർക്കണം. അതുപോലെ തേങ്ങാപ്പാലിൽ കിടന്നാണിത് നല്ലപോലെ വരട്ടിയെടുക്കേണ്ടത്. ശർക്കര അരിച്ച് നമ്മൾ ചേർക്കണം. ഇത് ഞാൻ ശർക്കരയെ ചേർത്തിരിക്കുന്നത്. ചിലർ പഞ്ചസാര ചേർത്തും ഉണ്ടാക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു, എനിക്കറിയില്ല. ഞാനിതിപ്പോൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റുണ്ട്. നിങ്ങളും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ നമുക്ക് കാണാം. ബൈ.